ഒറ്റപ്പെടലിനും രോഗാവസ്ഥയ്ക്കും പുറമേ ഉറ്റവരുടെ അവഗണന കൂടിയായതോടെ ജീവിതത്തിൻ്റെ ദുരിതക്കയത്തിലാണ് നടി ബീന കുമ്പളങ്ങി. സഹോദരിയും ഭർത്താവും ചേർന്നുള്ള മാനസിക പീഡനം അതിരുകടന്നതോടെ താരസംഘടനയായ അമ്മ നിർമ്മിച്ചു നൽകിയ വീട്ടിലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ബീന. ഇതോടെ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം ബീനയെ ഏറ്റെടുത്തു. കള്ളൻ പവിത്രനിലെ ദമയന്തിയിൽ തുടങ്ങി, പിന്നീട് കല്യാണരാമൻ, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു. ബീന കുമ്പളങ്ങിയെ മലയാളി മനസ്സുകളിൽ അടയാളപ്പെടുത്തിയ ചലച്ചിത്രങ്ങൾ ഏറെയാണ്. മലയാളിയെ ചിരിപ്പിച്ച ആ കഥാപാത്രം ഇന്ന് ജീവിതത്തിൽ കരയുകയാണ്. 2019 സഹോദരൻ നൽകിയ 3 സെന്റ് സ്ഥലത്ത് അമ്മ സംഘടന വെച്ചു നൽകിയ വീട്ടിലായിരുന്നു ഇക്കാലം അത്രയും താമസം. പിന്നീട് വീടും സ്ഥലവും എഴുതിത്തരണമെന്ന ആവശ്യവുമായി സഹോദരിയും ഭർത്താവും രംഗത്തെത്തി. മാനസിക പീഡനം തുടർക്കഥയായി, അസഹ്യമായി. ഒടുവിൽ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. 2019 അമ്മ സംഘടന എനിക്ക് 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഇളയ ആങ്ങള 3 സെന്റ് സ്ഥലം തന്നു. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് വാടക വീട്ടിലൊക്കെ താമസിക്കണം. അപ്പോൾ എനിക്കൊരു സഹായമായെന്ന് ഓർത്ത് ഞാൻ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ 2 ആഴ്ചക്ക് മുമ്പ് അവർക്ക് പേരിലോട്ട് ഞാൻ എഴുതി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും ഇവളും എന്നെ മാനസികമായിട്ട് അത്രയും പീഡിപ്പിക്കണേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ അത്രയും സംഭവങ്ങൾ വീട്ടിൽ നടന്നുകൊണ്ട് ഞാൻ ഇറങ്ങി വന്ന് സീമനെ വിളിച്ച് അപ്പോൾ ഒരു അനാഥാലയത്തിൽ ഇവരുടെ സ്ഥാപനത്തിലോട്ട് അടൂർ എന്നെ കൊണ്ടുപോകണേണ് ഇവർ. എനിക്ക് വേറെ വീടൊന്നുമില്ല. ബീനയെ നടി സീമാജി നായർ ഏറ്റെടുത്തു. ഇപ്പോൾ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലാണ് താമസം. അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം എന്താ അവിടുത്തെ രാജേഷിൻ്റെ വൈഫും ഉണ്ട്. അവരോട് കാര്യങ്ങൾ പറയുകയും ചേച്ചി അവരെ ഏറ്റെടുക്കാം എന്ന് പറയുകയും ചെയ്തു. ഞാനതിൻ്റെ രക്ഷാധികാരിയും കൂടിയാണ്. അപ്പം ഇനിയുള്ള ശിഷ്ട ജീവിതം ചേച്ചിക്ക് നല്ല സമാധാനത്തോടെ അവിടെ കഴിയാം. സഹോദരിയുടെ പക്കൽ നിന്ന് വീട് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി.